ഹായ് ഫ്രണ്ട്സ്, ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ വഴറ്റി മടുത്തോ? എന്നാൽ ഇതാ പിടിച്ചോ, എളുപ്പത്തിൽ കുക്കറിലൊരു ബീഫ് കറി. ഇത് ബാച്ചിലേഴ്സിനും ജോലിയുള്ളവർക്കും എല്ലാം യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനു മുമ്പായി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. ആദ്യം 1 കിലോ ബീഫ് നന്നായി കഴുകിയത് കുക്കറിലേക്ക് ഇടുക. 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം 2ആയി കീറിയത്. ഇവ ചതച്ചും ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. 3 വലിയ സബോള അരിഞ്ഞത്, കറിവേപ്പില, 1/4 കപ്പ് വെളിച്ചെണ്ണ, വിനിഗർ 1/2 ടീസ്പൂൺ, മുളക് പൊടി എരിവുള്ളത് 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം, 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടച്ച് വെക്കുക. ആവി വരുമ്പോൾ വിസിലിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 5 വിസിലും വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവും കുക്കറും അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായി ആവി പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഈ കറീനെ നമുക്കൊന്ന് താളിച്ചെടുക്കണം. ഇത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇത് ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ ചെയ്യണം. ഇതാണ് നമ്മുടെ കറീനെ രുചി കൂട്ടുന്നത്. ഇതിനായി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കറിച്ചട്ടി അടുപ്പിൽ വയ്ക്കണം. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില ഇവ ചേർത്ത് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 5 ചെറിയ കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. തേങ്ങാ കൊത്തുണ്ടയിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കറി കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കറി ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെറുതെ പറയല്ല, അപാര ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നിങ്ങൾ എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയെ ഓഫ് ചെയ്യാം. വളരെ രുചികരമായ നമ്മുടെ ബീഫ് കറി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു.